ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് തിരിച്ചു. സമഗ്ര പങ്കാളിത്തം സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡനുമായും ചർച്ച നടത്തും. വയനാട് ദുരന്ത നിവാരണ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസത്യം പറന്നപ്പോൾ സത്യം മുടന്തുകയാണെന്ന് മുഖ്യമന്ത്രി. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം ഇന്ന് ആചരിക്കുന്നു. സമാധി സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അമ്മവേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അഭിനേത്രി കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് നാട് വിട നൽകും. ബംഗ്ലാദേശിനെതിരായ ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. ഋഷഭ് പന്തിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് തിരിച്ചു. ഈ മാസം 23 വരെയുള്ള സന്ദർശന വേളയിൽ ഡെലാവെയറിൽ നടക്കുന്ന 4ാമത് ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ എന്നിവരുൾപ്പെട്ട ക്വാഡ് ഉച്ചകോടിക്കായി കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യ US സമഗ്ര പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രസിഡന്റ് ബൈഡനുമായുള്ള കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന പ്രതീക്ഷയും പ്രധാനമന്ത്രി പങ്കുവച്ചു. പ്രവാസി ഇന്ത്യക്കാരും അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായും ഇടപഴകാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 22-ന് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കണക്കുകൾ വ്യാജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ ഒരിടത്തുപോലും പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളില്ല. സംസ്ഥാനത്തിന് പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയതാണ്. SDRFലെ അനുവദനീയമായ ഓരോ ഹെഡുകളിലും ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയാണ് കണക്കാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. ഏതു വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും വിശ്വാസ്യത തകർക്കുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. അത് ധൂർത്തും അഴിമതിയുമായി ചിലർ ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ADGP അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതിനിടെ ADGP MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങളുമായി PV അൻവർ MLA ഇന്നും രംഗത്തെത്തി. അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും കൈക്കൂലി പണം ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ വാങ്ങി മറിച്ചുവിറ്റുവെന്നും അദ്ദേഹം ആരോപിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് ഫോർട്ട് കൊച്ചി, കുഴിപ്പിള്ളി ബീച്ചുകളിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ കൈകളിലാണെന്നും ആ സന്ദേശമാണ് പുതുതലമുറയ്ക്ക് കൈമാറേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോസ്റ്റ് ഗാർഡ് DIG N രവി, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. മേര യുവഭാരത്, നെഹ്റു യുവകേന്ദ്ര, നാഷണൽ സർവീസ് സ്കീം എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛത ഹി സേവ പരിപാടിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബീച്ച്, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ വരും ദിവസങ്ങളിൽ ശുചീകരിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം ഇന്ന്. നാടെങ്ങും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് മഹാസമാധി ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശ്രീനാരായണ ഗുരു സമാധി ദിനമായ ഇന്ന് വർക്കല ശിവഗിരി ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തി ഗുരുകുലം, അരുവിപ്പുറം മഠം, കോട്ടയം കുറിച്ചി, ആലപ്പുഴ അദ്വൈതാശ്രമം, കുന്നുംപാറ ക്ഷേത്രം, ശിവഗിരി മഠത്തിന്റെ മറ്റ് ഘടകങ്ങൾ എന്നിവിടങ്ങളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശിവഗിരി മഠത്തിൽ നാമജപം, ഉപവാസം, മഹാസമാധി പ്രാർത്ഥന തുടങ്ങിയവയാണ് നടക്കുന്നത്. രാവിലെ നടന്ന മഹാസമാധി സമ്മേളനവും ഉപവാസയജ്ഞവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഗുരുദേവന്റെ മഹാസമാധിയും ഭക്തജനങ്ങളുടെ അനുഷ്ഠാനവും എന്ന വിഷയത്തിൽ സ്വാമി സച്ചിദാനന്ദയുടെ പ്രഭാഷണവും നടക്കും. നീട്ടിവച്ച നെഹ്റു ട്രോഫി വള്ളംകളി പൂർവാധികം ഭംഗിയായി സംഘടിപ്പിക്കാൻ 1 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്.
ആലപ്പുഴ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊടിക്കുന്നിൽ സുരേഷ് MP, MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്കു ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹിയിലെ രാജ്നിവാസിൽ നടക്കുന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മുതിർന്ന CPIM നേതാവും മുൻ MP-യുമായ MM ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. LDF കൺവീനറായി പ്രവർത്തിച്ചിട്ടുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അഭിനേത്രി കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് നാട് വിട നൽകും. 5-ാം വയസ്സ് മുതൽ പാട്ടു പഠിച്ചാണ് പൊന്നമ്മയുടെ കലാരംഗത്തേക്കുള്ള ചുവടുവയ്പ്. 11-ാം വയസ്സിൽ അരങ്ങേറ്റം. തോപ്പിൽ ഭാസി KPSCക്ക് വേണ്ടി എഴുതിയ മൂലധനം എന്ന നാടകത്തിൽ പാട്ടുപാടാനെത്തിയ പൊന്നമ്മയ്ക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ അഭിനയിക്കേണ്ടി വന്നു. പിന്നീട് കാളിദാസ കലാകേന്ദ്രം, പ്രതിഭ ആർട്സ് ക്ലബ് തുടങ്ങിയ സമിതികളുടെ നാടകങ്ങളിൽ അവർ സജീവമായി. പുതിയ ആകാശം, പുതിയ ഭൂമി, ജനനി ജന്മഭൂമി, ഡോക്ടർ, അൾത്താര എന്നീ നാടകങ്ങളിൽ നടിയും ഗായികയുമായി. ഡോക്ടർ നാടകത്തിനു വേണ്ടി ONV എഴുതി പൊന്നമ്മ ആലപിച്ച പൂക്കാര പൂതരുമോ എന്ന ഗാനം ഇന്നും മലയാളിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നു. കാളിദാസ കലാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലെ പ്രവേശനം. തുടർന്ന് 2021 വരെ നീണ്ട സിനിമാ ജീവിതത്തിൽ അനശ്വരമായ കഥാപാത്രങ്ങൾക്ക് ജന്മമേകാൻ പൊന്നമ്മയ്ക്ക് സാധിച്ചു. അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സ്പീക്കർ AN ഷംസീർ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ എറണാകുളം കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. മന്ത്രിമാറ്റം സംബന്ധിച്ച് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തോമസ് K. തോമസ് MLA. കേരളത്തിലെ കാര്യങ്ങൾ ശരത് പവാർ അന്വേഷിച്ചുവെന്നും എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഉണ്ടായില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം പുറപ്പെടാ ശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 25, 26 തീയതികളിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും. തുലാം 1 സന്നിധാനത്ത് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ അന്തിമ ലിസ്റ്റിലുള്ളവരിൽ നിന്നും മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കും. ഓണം, കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 ശബരിമല നടയടയ്ക്കും. വിശേഷാൽ പൂജകൾ കണ്ടു തൊഴാനായി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എത്തിയത്. ഷിരൂരിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ കാണാതായ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയിരുന്നു. പരിശോധനാ സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരിയും എത്തിയിട്ടുണ്ട്. Mpox സംശയത്തെ തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 31-കാരിയുടെ സ്രവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചു. സംശയം മാത്രമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചെന്നൈയിൽ നടക്കുന്ന ഇന്ത്യ-ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിനം ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസ് എടുത്തിട്ടുണ്ട്. 445 റൺസാണ് ഇന്ത്യയുടെ ആകെ ലീഡ്. ഋഷഭ് പന്തിന് സെഞ്ചുറി. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂർ FC മുംബൈ സിറ്റി FCയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് തിരിച്ചു. സമഗ്ര പങ്കാളിത്തം സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തും. വയനാട് ദുരന്ത നിവാരണ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസത്യം പറന്നപ്പോൾ സത്യം മുടങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം ഇന്ന് ആചരിക്കുന്നു. സമാധി സമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ അഭിനേത്രി കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് നാട് വിട നൽകും. ബംഗ്ലാദേശിനെതിരായ ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. ഗില്ലിനും പന്തിനും അർദ്ധ സെഞ്ചുറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.